നമസ്കാരം ചെൽസി ഫാൻസ്. ചെൽസി വേഴ്സസ് ആസ്റ്റൺ വില്ല മാച്ച് റിവ്യൂയിലേക്ക് സ്വാഗതം. റിവ്യൂ ഒന്നും പറയാനില്ല, പറയാൻ പാടില്ല, പറയേണ്ട ഒരു ഗതികേട് വന്നു. താങ്ക് യു ടോട്ടനം ഫോർ ഹെൽപ്പിംഗ് us into the top 4 and that is absolutely discussing. വളരെ ശോകമുള്ള ഒരു കാര്യം തന്നെയാണ്. We had to purely depend on Tottenham to win. കാരണം നമുക്ക് അങ്ങനെയാണെങ്കിൽ ടോപ്പ് 4 കിടക്കാം എന്നുള്ളൊരു കാര്യം. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇപ്പൊ കഴിഞ്ഞ 2 സീസണിലായിട്ട് the blame is not on the coach. പക്ഷെ കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ we can say it was probably to the extent of players. കാരണം കഴിഞ്ഞ സീസണിൽ we didn't have transfer ban. പക്ഷെ ഈ സീസൺ തുടങ്ങിയപ്പോൾ നല്ലോണം തുടങ്ങി and then it was up to the coach. അതിന് മുമ്പത്തെ സീസണിൽ it was again up to Sarri. പക്ഷെ this time for the first time it was never on the coach. കാരണം ഇത്രയും ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഗോൾ അടിക്കാൻ പറ്റാത്തതാണെങ്കിൽ there is nothing to be said. Mason Mount has been poor. Pulisic had been utter disaster and Timo Werner എപ്പോഴത്തെ പോലെ വളരെ ശോകമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. ആൻഡ് എൻ്റെ പ്ലെയർ റേറ്റിംഗിൽ ചെൽസി വേഴ്സസ് ലെസ്റ്റർ പ്ലെയർ റേറ്റിംഗിൽ പുളിസിക്കിനെ ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ 1-2 പേര് എന്നെ തിരിച്ച് ക്രിട്ടിസൈസ് ചെയ്തായിരുന്നു. അതായത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. ഹോപ്പ്ഫുള്ളി ദാറ്റ് ചേഞ്ചസ് ഇന്നത്തെ. ഐ എം നോട്ട് അഗൈൻസ്റ്റ് പുളിസിക്, ഐ എം നോട്ട് അഗൈൻസ്റ്റ്. എനിക്കൊരു അജണ്ടയല്ലേ ഇവരായിട്ടുള്ളത്. ദ ഗുഡ് പ്ലെയേഴ്സ്. പുളിസിക്കൊക്കെ കഴിഞ്ഞ സീസണിൽ നമ്മളെ ഒറ്റയ്ക്ക് പൊക്കിക്കൊണ്ട് നടന്നാണ്. പക്ഷെ അന്ന് പൊക്കിക്കൊണ്ട് നടത്തു എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ഇന്ന് അവരെ പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അവര് ഇപ്പൊ മോശമായിട്ടാണ് കളിക്കുന്നത്. ചിലപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അവർ കിട്ടിലോട്ട് കളിച്ചുകൊണ്ടിരിക്കും. ആസ് ഓഫ് നൗ ഫോർ ദിസ് ലാസ്റ്റ് ഫ്യൂ ഗെയിംസ് പുളിസിക് ഹാസ് ബീൻ എ ഡിസാസ്റ്റർ. ആൻഡ് പുളിസിക്കിന്റെ സ്റ്റാറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സീസണിൽ 4 ഗോളും 0.22 ഗോൾസ് പെർ 90 ആൻഡ് അസിസ്റ്റ് ഇസ് 0.05 പെർ 90 which is pathetic for a winger എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മേസൺ മൗണ്ട് ഇസ് 0.19 ഗോൾസ് പെർ 90 ആൻഡ് ടീമോ വെർണർ അത് പറയേണ്ട കാര്യമില്ല 0.21 ഗോൾസ് പെർ 90. ഇറ്റ് ഇസ് ആൻ അബ്സല്യൂട്ട് ഡിസാസ്റ്റർ ക്ലാസ് സ്റ്റാറ്റ്സ്. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വരട്ടെ, ഡെക്ലൻ റൈസ് വരട്ടെ, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ വരട്ടെ. ഈ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ വന്നിട്ട് ആർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനാണെന്നാണ് നിങ്ങളുടെ മൈൻഡിലുള്ളതെന്ന് എനിക്ക് അറിയാൻ കൊള്ളാം. ഈ വേർണറിനും മൗണ്ടിനും പുളിസിക്ക് തന്നെയല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അത് ക്രോസസ് കൺവേർട്ട് ആവണ്ടേ. പിന്നെ ചിലവർ പറയുന്നത് നമുക്ക് ഗോൾ അടിക്കുന്ന ഒരു മിഡ്ഫീൽഡർ വേണം, വിച്ച് മീൻസ് വി നീഡ് എ ഗോൾ സ്കോറർ. അത് ഈ ക്രിയേറ്റീവ് മിഡ്ഫീൽഡറോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറോ ആവുന്നതിന് പകരം വാട്ട് വി നീഡ് ഇസ് എ സ്ട്രൈക്കർ. ഐ തിങ്ക് ദിസ് മാച്ച് is a clear statement. നമുക്ക് വേണ്ടത് നമ്പർ 1 പ്രയോറിറ്റി, ദ ടോപ്പ് പ്രയോറിറ്റി ഫോർ us is a striker. And ഈ സ്ട്രൈക്കറിൽ കെയ്ൻ വരാൻ ഒട്ടും ചാൻസ് ഇല്ല ബിക്കോസ് അഗൈൻ ടോട്ടനം ആ ഡീൽ ഇസ് ഗോൺ ബി വെരി വെരി ഡിഫിക്കൽട്ട്. രണ്ടാമത്തെ കേസ് ലുക്കാക്കു. അത് കോണ്ടെയുടെ സിസ്റ്റം അനുസരിച്ചിരിക്കും. വാട്ട് കോണ്ടെ ഈസ് ഗോൺ ടു ഡു വിത്ത് മിലാൻ. കോണ്ടെ സ്റ്റേസ്, ലുക്കാക്കു സ്റ്റേറ്റ്. ഹാലൻഡ് ബോറുസിയ ഡോർട്ട്മണ്ട് ചാമ്പ്യൻസ് ലീഗ് കളിക്കുകയാണ്. അപ്പൊ ഹാലൻഡിന് മൂവ് ചെയ്യേണ്ട ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ആൻഡ് ഇഫ് ഹാലൻഡ് വാണ്ട്സ് ടു മൂവ്, definitely City looks a much more better option for Haaland than Chelsea at the moment. And this is the reality. നമുക്ക് സ്കോർ ചെയ്യാൻ ആളില്ല. ആൻഡ് ഇൻഫാക്ട് ഞാൻ എൻ്റെ പ്രീ മാച്ചിലും മാച്ച് പ്രിവ്യൂലും ഇടയ്ക്കിടയ്ക്കെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, വി വിൽ പ്ലേ സോളിഡ്, വി വിൽ ബി ഡോമിനേറ്റിംഗ്. അത് തന്നെ നമ്മൾ കണ്ടു. വി വെർ സോളിഡ്, വി വെർ ഡോമിനേറ്റിംഗ്, വി ക്രിയേറ്റഡ് ചാൻസസ് കൺവേർട്ട് ആയില്ല. ആൻഡ് വി ഡോണ്ട് കൺവേർട്ട് ചാൻസസ്, വി പേ ഫോർ ഇറ്റ്. ആൻഡ് ലെസ്റ്റർ സിറ്റി 1 ഷോട്ട് ഓൺ ടാർഗറ്റ് 1 goal. സെക്കൻഡ് ഇസ് എ പെനൽറ്റി. ആൻഡ് ഒരുപാട് പേര് ജോർഗിനിയോ ഔട്ട് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. യെസ്, ജോർഗിനിയോസ് ഗെയിം വാസ് നോട്ട് ബ്രില്യൻറ്റ്. പക്ഷേ ജോർഗിനിയോ തിങ്സ്, he makes a mistake that goes into a goal. And രണ്ടാമത്തെ തവണയാണ് crucial mistake Jorginho is making and that gets converted into a penalty and into a goal. And unfortunately Mendy gets injured. And Mendy's latest report is that there is going to be a scan. Tuchel confirms that there is going to be a scan. And scan കഴിഞ്ഞിട്ട് മിക്കവാറും ഒരു 48 hours നമുക്ക് അറിയാൻ പറ്റുള്ളൂ. Hopefully it's not nothing serious and we could see him back on the Champions League. Now ഈ മാച്ചിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ പറയാനായിട്ട് ഒന്നും തന്നെയില്ല. ആൻഡ് ഒരുപാട് പേര് ടീം മെന്റാലിറ്റിനെ കുറിച്ച് പറയണം. ഐ ആം റിപ്പീറ്റിംഗ് ദിസ്. ടീം മെന്റാലിറ്റിക്കല്ല പ്രശ്നം ഈസ് ഓൺ ദ ഫൈനൽ തേർഡ് ആൻഡ് ദ ഫിനിഷിംഗ്. ഡിഫെൻസീവ്ലി വി ലുക്ഡ് സോളിഡ് അൺടിൽ ദാറ്റ് ഗോൾ നമ്മൾ കൺസിഡർ ചെയ്തില്ല. പക്ഷെ ആ ഗോളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിട്ടിയ ചാൻസസ് കൺവേർട്ട് ചെയ്തായിരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദിസ് വുഡ് ഹാവ് എൻ ഇഷ്യൂ. ആൻഡ് ഫൈനലി ഗോൾ അടിക്കുന്നത് ചിൽവെൽ. ആൻഡ് ഓഫ് കോഴ്സ് ഒരു പെനൽറ്റി ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, കോൺട്രവേഴ്ഷ്യൽ. അത് വാർ ഓവർടേൺ ചെയ്തു. And that is purely depending on individual perspective as to what that happened. Front 3 going into the Champions League again വേറെ ആരെ കളിപ്പിക്കാനില്ല. Kai Havertzനെ വേണമെങ്കിൽ കൊണ്ടുവരാം. Probably he will do better. പക്ഷേ ultimately this is my result. നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യും. And if we don't convert those chances, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് കാണുന്നില്ല. We are going to pay a heavy price for it. And Cityനെ സംബന്ധിച്ച് they have ton of goal scorers. ഫെറാൻ ടോറസ് ഗോൾ അടിക്കുന്നു, ഗുണ്ടോഗൻ ഗോൾ അടിക്കുന്നു, ജേസൂസ് ഗോൾ അടിക്കുന്നു,
ഫോർഡൻ ഗോൾ അടിക്കുന്നു. ഡിബ്രോയ്നർ ഈസ് എ മാസ്റ്റർ ക്ലാസ് ഓൾവേസ്. അപ്പോൾ ഇവരൊക്കെ അടിക്കുന്ന സ്ഥിതിക്ക് ഇനി ആ ഒരു സിറ്റി ടീമായിട്ടാണ് നമ്മൾ ഫൈനൽ കളിക്കാൻ പോണേ എന്നുള്ളത് ഒരു ടെൻഷൻ ഉണ്ട്. ആൻഡ് പോസ്റ്റ് മാച്ച് ലൈവ് സ്ട്രീമിൽ എൻ്റെ ഒരു മെമ്പർ, ചെൽസി മല്ലു ഫാനിന്റെ മെമ്പർ പറഞ്ഞതുപോലെ 100% hope, 1% hope and 99% faith. അത് തന്നെയാണ് ഇനി പോകാൻ പോകുന്നത്. There's nothing to particularly review about this particular game. We were dominating, we were solid, we created chances not getting converted, and one defensive error cost us a penalty. And this has been the story of Tuchel era. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അതാവാതിരിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ സൈനിങ് ഓഫ്. ദിസ് ഇസ് ബൈ ബൈ ഫ്രം ചെൽസി മല്ലു ഫാൻ.